പ്രതിരോധ കുത്തിവയ്പ്പ് വഴി നമുക്ക് തടയാൻ പറ്റുന്ന മാരകമായ ഒരു ക്യാൻസറിനെ പറ്റിയാണ് ഞാൻ ഈ വീഡിയോയിലൂടെ സംസാരിക്കാൻ ആഗ്രഹിക്കുന്നത്. ഞാനൊരു ഗൈനക്കോളജിസ്റ്റ് ആണ് എന്നതുകൊണ്ട് തന്നെ സ്ത്രീകൾക്ക് വരുന്ന സ്ത്രീകളുടെ പ്രത്യുൽപാദന അവയവങ്ങളിൽ വരുന്ന ഒരു ക്യാൻസറിനെ കുറിച്ചാണ് ഞാൻ സംസാരിക്കുന്നത്. പലപ്പോഴും ക്യാൻസർ എന്ന് കേൾക്കുമ്പോൾ നമ്മളുടെ ഭയം എന്താണ്? ക്യാൻസർ എന്തുകൊണ്ട് വരുന്നു എന്ന് നമുക്ക് പൂർണ്ണമായി അറിയാൻ പറ്റുന്നില്ല. അതുകൊണ്ട് തന്നെ അതിൻ്റെ ചികിത്സയും നമുക്ക് പൂർണ്ണമായി പലപ്പോഴും ചെയ്യാൻ കഴിയുന്നില്ല. എന്നാൽ സ്ത്രീകളുടെ ഗർഭാശയത്തിൻ്റെ മുഖത്ത് വരുന്ന ക്യാൻസർ അഥവാ ഗർഭാശയ ഗള ക്യാൻസർ അഥവാ ക്യാൻസർ സെർവിക്സ്. ക്യാൻസർ സെർവിക്സ് ഉണ്ടാക്കുന്നത് 99% ഉണ്ടാക്കുന്നത് ഹ്യൂമൻ പാപ്പിലോമ വൈറസ് എന്ന് പറയുന്ന ഒരു അണുവാണ്. ഈ ഹ്യൂമൻ പാപ്പിലോമ വൈറസ് തന്നെയാണ് ശരീരത്തിൻ്റെ പല ഭാഗത്തിൽ വരുന്ന അരിമ്പാറകൾക്കും കാരണം. ഈ ഹ്യൂമൻ പാപ്പിലോമ വൈറസ് ക്യാൻസർ അരിമ്പാറകൾ ഉണ്ടാക്കും, ക്യാൻസർ സെർവിക്സ് ഉണ്ടാക്കും, പുരുഷന്മാരുടെ ക്യാൻസറും അതുണ്ടാക്കും. പുരുഷന്മാരുടെ തൊണ്ടയിൽ വരുന്ന ക്യാൻസർ, പുരുഷന്മാരുടെ ജനനേന്ദ്രിയത്തിൽ വരുന്ന ക്യാൻസർ, ഇതിനെല്ലാം ഹ്യൂമൻ പാപ്പിലോമ വൈറസ് ഒരു കാരണമാണ്. അപ്പോൾ ഇത് അണുബാധ കൊണ്ടുണ്ടാകുന്നു എന്നതുകൊണ്ട് തന്നെ ഇതിന് എതിരായിട്ട് ഒരു പ്രതിരോധ കുത്തിവയ്പ്പ് ഇപ്പോൾ നമുക്ക് ലഭ്യമാണ്. അതിനെ HPV വാക്സിൻ എന്നാണ് പറയുന്നത്, ഹ്യൂമൻ പാപ്പിലോമ വൈറസ് വാക്സിൻ. ഈ ഹ്യൂമൻ പാപ്പിലോമ വൈറസ് എങ്ങനെയാണ് സ്ത്രീയുടെ ശരീരത്ത് കടന്നുകൂടുന്നത്? ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്ന എല്ലാ സ്ത്രീകൾക്കും HPV വൈറസ് അണുബാധ ഉണ്ടാകുന്നു. എന്നാൽ എല്ലാവർക്കും ക്യാൻസർ ഉണ്ടാകുന്നില്ല. ഇതിൻ്റെ കാരണമോ? അത് ഹ്യൂമൻ പാപ്പിലോമ വൈറസ് കയറിക്കഴിഞ്ഞാൽ സെർവിക്സിൽ, അതായത് ഗർഭാശയത്തിൻ്റെ മുഖത്തെ കോശങ്ങളിൽ ചില വ്യത്യാസങ്ങൾ ഉണ്ടാക്കുന്നു. ഈ വ്യത്യാസങ്ങൾ 90% പേരിലും 2 വർഷം, 3 വർഷം, 5 വർഷത്തിനകം തിരിച്ച് പൂർവ്വസ്ഥിതിയെ പ്രാപിക്കുന്നു. വെറും 5% സ്ത്രീകളിൽ മാത്രമാണ് ഈ കോശങ്ങളുടെ വ്യതിയാനം നോർമലാകാതെ തിരിച്ച് വീണ്ടും പുരോഗമിച്ച് ക്യാൻസറിലേക്ക് ചെന്നെത്തുന്നത്. അപ്പോൾ ഇതിന് നമുക്കൊരു വലിയ ഗുണമുള്ളത്, ഹ്യൂമൻ പാപ്പിലോമ വൈറസ് ബാധ ഉണ്ടായിക്കഴിഞ്ഞ് ഒരു 5 വർഷത്തിനകം ഭൂരിഭാഗം പേരിലും അത് നോർമൽ സ്ഥിതിയെ പ്രാപിക്കുന്നു. 5% പേരിൽ മാത്രമാണ് അത് ക്യാൻസറിലേക്ക് പോകുന്നത്. ഈ ഹ്യൂമൻ പാപ്പിലോമ വൈറസ് വന്ന് ക്യാൻസർ ആകാൻ ഒരു 15 വർഷമെങ്കിലും എടുക്കും. അപ്പോൾ ഈ 15 വർഷത്തിനിടയിൽ നമ്മൾ വീണ്ടും അതുണ്ടോ എന്ന് നോക്കാൻ പറ്റിക്കഴിഞ്ഞാൽ നമുക്ക് പല സ്റ്റേജസിൽ വെച്ച് ഇത് നമുക്ക് കണ്ടുപിടിക്കാനും ക്യാൻസർ ആകുന്നതിന് മുമ്പ് ചികിത്സ കൊടുക്കാനും പറ്റും. അപ്പോൾ 2 വിധത്തിൽ നമുക്ക് ഈ ക്യാൻസർ സെർവിക്സിനെ പ്രതിരോധിക്കാം. ഒന്ന്, പ്രാഥമികമായിട്ടുള്ള പ്രതിരോധം, അതായത് അണുബാധ ഉണ്ടാകുന്നതിന് മുമ്പ് തന്നെ വാക്സിൻ എടുക്കുക. ഏത് പ്രായത്തിലുള്ള കുട്ടികൾക്കാണ് കൊടുക്കേണ്ടത്? അവർ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്നതിന് മുമ്പ് തന്നെ. 9 തൊട്ട് 15 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് നമുക്ക് ഈ വാക്സിനേഷൻ കൊടുക്കാം. 2 ഡോസാണ് നമ്മളത് പറയുന്നത്, ഉപദേശിക്കുന്നത്. ഒരു ഡോസ് എടുത്തു കഴിഞ്ഞാൽ 6 മാസം കഴിയുമ്പോൾ അടുത്ത ഡോസ്. ഇപ്പോൾ കേരളത്തിൽ ക്യാൻസർ സെർവിക്സിൻ്റെ എണ്ണം കുറവാണ്. പക്ഷേ ഇന്ത്യയാണ് ലോകത്തിലെമ്പാടുമുള്ള ക്യാൻസർ സെർവിക്സിൽ മുമ്പിൽ നിൽക്കുന്നത്. അതുപോലെ ഇന്ത്യയിലെ സ്ത്രീകൾക്ക് 26 വയസ്സ് വരെയും ഈ ക്യാൻസർ വാക്സിൻ എടുക്കാം. അതിന് ഒരേ ഒരു പ്രശ്നമേ ഉള്ളൂ, അതിന് വില കൂടുതലാണ്. പക്ഷേ ഭാവിയിൽ നമ്മളില്ലാതെ വരുന്ന കാലത്ത് നമ്മുടെ കുഞ്ഞുങ്ങൾ ക്യാൻസർ സെർവിക്സ് വന്ന്, മാരകമായൊരു രോഗമാണത്, ക്യാൻസർ സെർവിക്സ് വന്ന് കഷ്ടപ്പെടുന്നത് ഓർക്കുമ്പോൾ ഈ ചിലവാക്കുന്ന പൈസ, അതായത് ഒരു ഡോസിന് 10,000 രൂപ വരെ വില വരും. ഇപ്പോൾ ഗവൺമെൻറ് അത് അംഗീകരിച്ചിട്ടുണ്ട്. കുഞ്ഞുങ്ങൾക്ക് കൊടുക്കുന്ന വാക്സിനിൽ അത് ഉൾപ്പെടുത്തണം എന്നുള്ളത് ഗവൺമെൻറ് അംഗീകരിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ വാക്സിൻ നമ്മുടെ പെൺമക്കൾക്ക് കൊടുക്കുക, ആൺമക്കൾക്കും അത് കൊടുത്ത് ഭാവിയിൽ വരുന്ന ക്യാൻസറിൽ നിന്ന് അവരെ രക്ഷിക്കുക. എല്ലാ സ്ത്രീകളും 3 വർഷം കൂടുമ്പോൾ ലളിതമായ പാപ്സ്മിയർ ടെസ്റ്റിന് വിധേയരായി നമുക്ക് ക്യാൻസർ സെർവിക്സ് വരാനുള്ള സാധ്യതയുണ്ടോ എന്ന് കണ്ടെത്തുക. ഉണ്ടെങ്കിൽ വളരെ ലളിതമായ ചികിത്സ വഴി അത് തടയുക. നന്ദി, നമസ്കാരം.